പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ജീവിതത്തിലിടയാക്കിയ വലിയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്, നമുക്ക് സമാധാനം നൽകി തരുന്നതാണ്. അത് എങ്ങനെയാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഉണങ്ങി വരേണ്ട ഒരു നിലത്ത് യാതൊരു പച്ചിപ്പുമില്ലാതെ കിടക്കുന്നിടത്ത് ഒരു മഴ പെയ്താൽ എങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും, അതുപോലെ ദാഹിച്ച് വരണ്ട് ഉണങ്ങിയിരിക്കുന്നിടത്ത് വെള്ളം ലഭിക്കുമ്പോഴുള്ള അവസ്ഥകൾ പോലെയാണ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തിനകത്ത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അവരെ ആശ്വസിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നാം ശ്രദ്ധയോടുകൂടെ കേട്ടാൽ, അത് നാം ഫോളോ ചെയ്താൽ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വലിയ വിടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, വരണ്ട അവസ്ഥയിൽ വെള്ളം വീണാൽ അത് അവിടെ കിളിർക്കും. അവിടെ നല്ല ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ മഴ പെയ്താൽ അത് തളിർക്കും, പൂക്കും, കായ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഇനിയും കൊള്ളത്തില്ലെന്ന് തോന്നുന്ന സ്ഥാനത്ത്, ഇനിയും നശിച്ചു പോയെന്ന് തോന്നിയെടുത്ത് അതിൽ ജീവൻ പ്രാപിക്കുന്നത് പോലെയാണ് തകർന്നിരിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും അത് ശ്രദ്ധിക്കുന്നതും അത് ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരുന്നതും എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ വലിയ മാറ്റം മനുഷ്യ ജീവിതങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഇതുപോലെ മനുഷ്യനെ മാറ്റിമറിപ്പാൻ കഴിയുന്ന ഒന്നും ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ വചനം ദൈവമായതുകൊണ്ട് അത് വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായിത്തീരും. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവത്തിൽ ആശ്രയിച്ച് ചിന്തിക്കാൻ പോകുന്നത് ആകുല ചിന്തകൾ മാറ്റാനുള്ള 5 മാർഗങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ നാം നോക്കിയാൽ ആകുല ചിന്തകളെ ഉള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിനകത്ത്. ആകുല ചിന്തകളില്ലാത്തവരെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഒരു കൊച്ചിനോട് ചോദിച്ചാൽ പോലും അതിനും ടെൻഷനാണ്, ആകുലതയാണ്. അതിൻ്റെ എക്സാം വരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ അതിന് എക്സാം വരുന്നു. അയ്യോ, ഞാൻ ജയിക്കുമോ തോക്കുമോ, അങ്ങനെയുള്ള ഒരു ചിന്തകൾ. അത് വളർന്ന് പഠിച്ച് കഴിയുമ്പോഴോ എനിക്കൊരു ജോലി കിട്ടുമോ എന്നുള്ളതായ വ്യാകുലതകൾ അതിനെ അലട്ടാറുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ വിവാഹമാകാറാകുന്ന സമയത്ത് അത് ചിന്തിക്കും, എൻ്റെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എങ്ങനെ ആയിത്തീരും. ഇങ്ങനെയുള്ള ആകുലതകൾ. കുട്ടികളുണ്ടായാൽ കുട്ടികളെക്കുറിച്ചുള്ള ആകുലതകൾ. പ്രായമായാൽ ഞാൻ പ്രായമായി, ഇനി എന്നെ ആര് നോക്കും. ഇങ്ങനെയുള്ളതായ ആകുലതകൾ എപ്പോഴും മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായ ഒന്നാണ് ഈ ആകുലതകൾ എന്ന് പറയുന്നത്. വിചാരം. ആകുലത എന്ന് പറഞ്ഞാൽ കലുഷിതമാകുന്ന ചിന്തകൾ അല്ലെങ്കിൽ ഉത്കണ്ഠകൾ. ഭാവിയെക്കുറിച്ച് ഒരു ഉത്കണ്ഠ മനുഷ്യനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ ആകുലതകളെന്ന് പറയുന്നത് ഒരു പാപമായിട്ട് ആണ് ആകുലത എന്ന് പറയുന്നത്. കാരണം ദൈവത്തോട് നാം അടുക്കാൻ നമ്മെ അനുവദിക്കാത്തൊരു കാര്യമാണ് ആകുലതകളും ഭാരങ്ങളും കൂടിക്കഴിഞ്ഞാൽ ദൈവത്തോട് അടുക്കാൻ പലപ്പോഴും കഴിയാത്തൊരനുഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ നാം ദൈവസന്നിധിയിൽ അടുത്ത് വന്നാൽ തന്നെ നമുക്ക് യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ആകുലതകൾ നിമിത്തം നമുക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിനെ മാറ്റിക്കളയാനാണ് ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടത്. നമ്മുടെ സ്വയം നമുക്ക് പരിശ്രമിച്ചാൽ ഒരിക്കലും ആകുലതകൾ നമ്മെ വിട്ടുമാറത്തില്ല. കാരണം അത് നമ്മുടെ ചിന്തകളിൽ നാം ഉള്ളിടത്തോളം കാലം അതിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിനെ ജയിപ്പാൻ, അതിനെ വിട്ട് അകന്നു പോകുവാൻ നമുക്ക് കഴിയുന്നതായ ചില മാർഗങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ അതിന് മുന്നമേ തന്നെ നമുക്ക് അറിയാം, ഈ ആകുലതകൾ കടന്നു വരുന്ന അതിനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മാനുഷികമാകുന്ന സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥകളിലൊക്കെ കിടക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായ ആകുല ചിന്തകളുണ്ടാകും. അല്ലെങ്കിൽ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളത് മനുഷ്യനെ ആകുലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ തരത്തിൽ അവരെ തകർത്ത് കളയുന്ന ദുഃഖസാന്ദ്രമായ സാഹചര്യങ്ങൾ മനുഷ്യനിൽ
ആകുലതകൾ വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും. എന്നാൽ ഏത് രീതിയിലുള്ള ആകുലതകളായാലും അതിനൊക്കെ ഒരു മാറ്റം ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ള ദൈവമക്കളെയും, അത് മാറ്റാനുള്ളതായ മാർഗങ്ങളെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞത്. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകളെ മാറ്റാനായിട്ട് നാം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യണം. ദൈവത്തോട് യാചിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അപേക്ഷിക്കണം. ഒന്നാമത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുന്നവരുമായിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ ഓർപ്പിക്കുന്ന കാര്യമാണത്. ദൈവമക്കളോട് പറയുന്ന ഒരു വാക്യമാണ്. നമുക്ക് വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ദൈവത്തിൻ്റെ വചനം പൗലോസിലൂടെ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കണം. പ്രാർത്ഥനയാൽ, അപേക്ഷയാൽ. പ്രിയ ദൈവമക്കളെ, അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവും നമ്മെ പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നതായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ പിന്നാലെ കടന്നു വന്ന ജനത്തോട് പറയുന്ന കാര്യമാണ്. യേശു കർത്താവിൻ്റെ പിന്നാലെ ഒരുപാട് ആൾക്കാർ കടന്നു വന്നു. അവരൊക്കെ ജീവിതത്തിൽ ആകുല ചിന്തകൾ, വ്യാകുലതകളുള്ളവർ, വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരുന്നു. അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോയ വ്യക്തികളാണ് യേശു കർത്താവിൻ്റെ അടുത്ത് കടന്നു വന്നത്. അപ്പോൾ യേശു കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് യേശു കർത്താവ് അവർക്ക് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഹല്ലേലൂയ. നാം ദൈവത്തോട് യാചിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെ. ദൈവത്തോട് സംസാരിക്കുന്നതാണല്ലോ പ്രാർത്ഥന. സൃഷ്ടിയാകുന്ന മനുഷ്യൻ സൃഷ്ടാവാകുന്ന ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആകുല ചിന്തകൾ മാറിപ്പോകേണ്ടതിന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നാം ദൈവത്തോട് അപേക്ഷിക്കണം, യാചിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ വിഷയം ഇന്നതയാണ്, എന്നെ അലട്ടുന്ന ആകുലതകൾ ഇന്നതാണ്, അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കേണ്ടതിന് നമ്മുടെ വിഷയം വെച്ച് നാം ദൈവത്തോട് യാചിക്കണം. വെറുതെ നാം യാചിച്ചുകൊണ്ട് ഇരിക്കാനല്ല. നാം ദൈവമക്കളായതുകൊണ്ട് നമുക്കൊരു പ്ലാനും പദ്ധതിയും ഇല്ലാതെ നാം ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ദൈവം എൻ്റെ സകല കാര്യങ്ങളും നോക്കും, ഇനി ഞാനൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരു ധാരണയല്ല. പക്ഷെ നാം ആകുലപ്പെടണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു വിഷയത്തെ ഓർത്ത് വേവലാതിപ്പെട്ട് ആകുലപ്പെടണ്ട. അപ്പം നാം ചെയ്യേണ്ടത് യാചിക്കണം ദൈവത്തോട്. കർത്താവേ, നീ എൻ്റെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട്, നമ്മളെ ആകുലപ്പെടുത്തുന്ന വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നാം ദൈവത്തോട് യാചിക്കണം. അത് കഴിഞ്ഞ് നാം യാചിച്ചുകൊണ്ട് നാം അന്വേഷിക്കണം. മാനുഷികമാകുന്ന രീതിയിൽ ദൈവത്തോട് ചേർന്ന് നാം അന്വേഷിക്കണം. അപ്പോൾ കർത്താവ് എന്തോ ചെയ്യും? അത് നമുക്ക് കാണിച്ചു തരുവാനിടയായിത്തീരും. അതിനൊരു എക്സാമ്പിളായിട്ടാണ് കർത്താവ് ഒരു വാക്യം അതിൻ്റെ താഴോട്ട് പറയുന്നുണ്ട്. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഒരു അപ്പനെയും മകനെയും കൂടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് വെക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ അപ്പനോട് അപ്പം ചോദിച്ചാൽ
ആ അപ്പൻ ഒരിക്കലും കല്ലെന്തോ ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുകയില്ല, മീൻ തന്നെ കൊടുക്കും. അപ്പൻ ചോദിച്ചാൽ അപ്പൻ തന്നെ കൊടുക്കും. അപ്പോൾ മനുഷ്യൻ അവൻ്റെ മകൻ അപ്പൻ ചോദിക്കുമ്പോൾ അപ്പം കൊടുക്കുമെങ്കിൽ, മീൻ ചോദിക്കുമ്പോൾ മീൻ കൊടുക്കുമെങ്കിൽ, ദോഷികളായ മനുഷ്യർ അങ്ങനെ ചെയ്യുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം എന്നാണ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മയെ കൊടുക്കും എന്നാണ് ആ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മുടെ പിതാവായി തീർന്നിട്ട് നാം ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ വ്യാകുലപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, നമ്മെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷയങ്ങളിൽ തലട്ടുന്ന ആ വിഷയം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് നാം ദൈവത്തോട് യാചിക്കുകയും ചെയ്താൽ ദൈവം തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് നൽകി തരുമെന്നാ പറഞ്ഞ്. മനുഷ്യന് ചെയ്യുവാൻ കഴിയുമെങ്കിൽ സകലത്തിൻ്റെയും ഉടമസ്ഥനും ഉടയവനും സകലതും കഴിയുന്നവനുമായ കർത്താവ് എത്രയധികം നന്മ തരുമെന്നാണ് പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, വാസ്തവമായിട്ടും നാം ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ആകുലതകളെ മാറ്റിയിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് എന്തുവാ ഒരു പരിഹാരം ഉണ്ടാക്കി തരുവാൻ ഇടയായിത്തീരും. രണ്ടാമതായിട്ട് നമ്മുടെ ആകുലതയെ മാറ്റാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. പലപ്പോഴും നാം ദൈവമക്കളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിപ്പാൻ നമുക്ക് കഴിയത്തില്ല. പലപ്പോഴും രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ഇതൊക്കെ പറയുന്നത് അതുപോലെ ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി അതുപോലെ വിശ്വസിപ്പാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഹൃദയം നമുക്ക് പലപ്പോഴും ഇല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരു പടകിൽ കയറി യാത്ര ചെയ്തു പോകുമ്പോഴും പെട്ടെന്ന് ഒരു കാറ്റ് അടിക്കുവാനിടയായി തീർന്നു. ഒരു വലിയ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു പോയപ്പോഴാണ് വലിയ പടകിൽ വലിയൊരു കാറ്റുണ്ടായി. കടൽ വലിയതായിട്ട് ഇളകി മറിഞ്ഞു. അവർ പോയ പടക് മുങ്ങാൻ തുടങ്ങുന്ന ഒരു അനുഭവം. അപ്പോൾ അവർ ആ പടക് മുങ്ങാൻ തുടങ്ങുമ്പോൾ അവർ യേശു കർത്താവിനോട് നിലവിളിക്കുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ എന്ന് ഭയപ്പെട്ടവരല്ലറി വിളിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. അപ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. എന്നിട്ട് കർത്താവ് അവരോട് പറയണം, അല്പവിശ്വാസികളെ. യേശു കർത്താവിൻ്റെ കൂടെ നടന്നവർ പോലും പലപ്പോഴും അല്പമായിട്ട് വിശ്വാസികളായി തീർന്നു. അവരോട് കർത്താവ് പറഞ്ഞു, ധൈര്യമായിരിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ട് കർത്താവിൽ നിന്നെല്ലാം പ്രാപിച്ച് കേട്ട് ഡയറക്റ്റ് ഇരിക്കുന്ന ആൾക്കാരിലും അവിശ്വാസം ഉണ്ടായി. അവിശ്വാസമല്ല, അല്പവിശ്വാസം ഉണ്ടായി. കുറച്ച് വിശ്വാസം ഇല്ലെന്നല്ല, വിശ്വാസം അല്പമായിട്ട് മാത്രമേ ഉള്ളൂ, ചെറിയ വിശ്വാസം. എന്നാൽ നമ്മുടെ ആകുല ചിന്തകളെ മാറ്റിക്കളയണമെങ്കിൽ നമ്മുടെ അല്പവിശ്വാസം നാം മാറ്റണം. നാം ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് നാം അതുപോലെ വിശ്വസിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന് സകലതും ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുവാനിടയായിത്തീരണം. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തരുമ്പോൾ പിന്നെ നമുക്ക് ആകുല ചിന്തകൾ ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിനാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോഴും, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. യേശു കർത്താവ് പറയുകയാണ്, മനുഷ്യൻ്റെ എപ്പോഴുമുള്ള വിചാരത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്നതാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളത്. നമ്മുടെ ബേസിക് ആവശ്യമാണ്
ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ ഉള്ളത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അപ്പോൾ എല്ലാ മനുഷ്യനും കൂടുതൽ വ്യാകുലപ്പെടുന്നത് ആ വക കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം കർത്താവ് പറയുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തോ ചെയ്യണ്ട, വ്യാകുലപ്പെടേണ്ട കാര്യം ഇല്ല. കാരണം പറവയെ നോക്ക്. കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ പറവയെ നോക്കിക്കേ. പറവ എന്തോ ചെയ്യുന്നുണ്ട്? അത് ഇഷ്ടം പോലെ ആഹാരം കിട്ടുന്നുണ്ട്. അത് സ്വന്തമായിട്ടൊന്നും എന്തോ ചെയ്യുന്നതല്ല, കൃഷി ചെയ്യുന്ന ഒന്നുമല്ല പറവകൾ, പക്ഷികൾ. പക്ഷേ അതൊരു നേരം പോലും പട്ടിണി കിടക്കാറില്ല. പട്ടിണി കിടന്ന് പക്ഷികളൊന്നും ചത്തതായിട്ട് നമുക്ക് ഒരറിവുമില്ല. എല്ലാ പക്ഷിക്കും എന്തെങ്കിലും ഒന്ന് അന്നന്നുള്ളത് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തുമാത്രം പക്ഷികളുണ്ട് ലോകത്തിൽ, എല്ലാത്തിനും അതിനാവശ്യമുള്ളത് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ പക്ഷിയെക്കാട്ടിലൊക്കെ നാം എന്തോ ഉള്ളതാണ്, വിശേഷത ഉള്ളവരാണ്. കാരണം ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, പ്രത്യേകാൽ ദൈവം തൻ്റെ ജീവൻ തന്ന് വീണ്ടെടുത്ത ദൈവത്തിൻ്റെ പൈതലിനെയൊക്കെ കർത്താവ് എന്തോ ചെയ്യും? പോറ്റി പുലർത്തുവാൻ ദൈവം ശക്തനാണ്. നിങ്ങളുടെ ആഹാര കാര്യങ്ങളോ വസ്ത്രകാര്യങ്ങളോ പാർപ്പിട കാര്യങ്ങളോ ഓർത്തു നിങ്ങൾ വ്യാകുലപ്പെടണ്ട. പക്ഷേ നമ്മൾക്ക് ആഹാരം അന്ന് ഉള്ളതല്ല, അതിന് വേണ്ടുന്നതെല്ലാം കർത്താവ് നൽകിത്തരും. നാളെ ഞാൻ എന്തോ ആയി തീരും, അയ്യോ എന്നുള്ളത് ആ ഒരു തേങ്ങൽ നമ്മളെ അതൊരു വല്ലാതെ നമ്മളെ അലട്ടാൻ നാം ഒരിക്കലും ഇടം കൊടുക്കരുത്. അതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത്. കർത്താവ് രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞത്, നിങ്ങൾ വയലിലെ താമരയെ നോക്കുകയും, താമര എന്ന് പറഞ്ഞാൽ വയലിലെ ഒരു പുഷ്പത്തെ നോക്കിക്കുകയും, എത്ര സൗന്ദര്യമുള്ള താമരപ്പൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലില്ലിപ്പൂക്കൾ, ഒരുപാട് സൗന്ദര്യമുള്ള പൂക്കളുണ്ട്, മണമുള്ള ഒത്തിരി പൂക്കളുണ്ട്. ആ പൂക്കളൊക്കെ നമ്മളാരും സൃഷ്ടിച്ചതല്ല, തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണ്. അതിനെയൊക്കെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് ചമയിച്ചത്. ഒരു മനുഷ്യനും എന്തോ ചെയ്തതല്ല, അതിനെ നിർമ്മിച്ചതല്ല. അപ്പോൾ അതിനെ ദൈവം നിർമ്മിച്ചെങ്കിൽ തൻ്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്തതായ മനുഷ്യനെ കർത്താവ് പോറ്റാനും പുലർത്താനും അവർക്ക് വേണ്ടുന്നത് അവരെ ചമയിപ്പാനും അവരെ ഉടുപ്പിപ്പാനും ഒക്കെ ദൈവം ശക്തനാണ്. പക്ഷേ നിങ്ങളതൊന്നും ഓർത്തെന്തോ ചെയ്യണ്ട, വ്യാകുലപ്പെടരുത്. നമ്മൾ ചിന്തിക്കേണ്ട എന്നല്ല പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങൾ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ചിന്തിച്ച് ചെയ്യണം. പക്ഷെ ചിന്ത വേറെ, വ്യാകുലത വേറെ. വ്യാകുലത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കലുഷിതമായിട്ടുള്ള ഒരുപാട് ആവശ്യമില്ല, എങ്ങനെയായി തീരും, ഉത്കണ്ഠപ്പെട്ട് എങ്ങനെയായി തീരും, അയ്യോ ഞാൻ തകർന്നു പോകില്ല, അങ്ങനെയുള്ള ആ ഒരവസ്ഥയിലേക്ക് നാം മാറിപ്പോകേണ്ടതായ ഒരു കാര്യമില്ല. നമ്മുടെ കർത്താവ് എന്തോ ചെയ്യും? അന്നുള്ളത് നമുക്ക് നൽകി തരും എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി എന്തോ ചെയ്യണം? വിശ്വസിക്കണം. ഹല്ലേലൂയ. പിന്നെയും കർത്താവ് പറയാണ്, നിങ്ങൾ വിചാരപ്പെട്ടാൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും എന്തോ കഴിയത്തില്ല. പിന്നെ എന്തിനാ നിങ്ങൾ വിചാരപ്പെടുന്നത്? നിങ്ങളെന്തുവാ അല്പവിശ്വാസികൾ ആകരുത്. പൂർണ്ണമായിട്ട് കർത്താവിൽ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. പൂർണ്ണമായി യേശുക്രിസ്തുവിലും യേശുക്രിസ്തുവിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും ഹല്ലേലൂയ ആകുല വ്യാകുല ചിന്തകളിൽ അവൻ തകർന്നു പോകുവാൻ ഒരിക്കലും ഇടയാകത്തില്ല. പലപ്പോഴും മനുഷ്യന് ആകുലതകളെ ചിന്തകൾ വന്നിട്ട് ഭയപ്പെട്ടിട്ട് അവൻ്റെ ജീവിതത്തെ ഹല്ലേലൂയ അവൻ തകർത്ത് കളയുന്ന, ഇല്ലായ്മയാക്കി കളയുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ആകുലതകളെ എന്തോ ചെയ്യണം? മാറ്റിക്കളയണം. ആകുലത മാറ്റിക്കളയാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ നാം പൂർണ്ണമായി വിശ്വസിക്കണം. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. ആ വചനത്തിൽ നാം പൂർണ്ണമായി വിശ്വസിച്ചാൽ നമ്മുടെ ആകുലത നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ആ ആകുലത എന്ന വിഷയം മാറിപ്പോകുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, മൂന്നാമതായിട്ട് നാം ചിന്തിച്ചാലും നമുക്ക് സകല ഭാരവും ദൈവത്തിലിടണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ഭാരവും നാം ദൈവത്തിലിടണമെന്നാണ് പറയുന്നത്. സങ്കീർത്തന പുസ്തകം 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ഭാരം നാം യഹോവയുടെ മേൽ, നമ്മുടെ കർത്താവിൻ്റെ മേൽ നാം വെക്കണം. പലപ്പോഴും നമ്മുടെ ഭാരം നാം തന്നെ എന്തോ ചെയ്യും?
ചുമന്നുകൊണ്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ. നമുക്കറിയാം, പണ്ടൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു വണ്ടിയെ കയറിയപ്പോൾ, ആദ്യമായിട്ട് വണ്ടി കാണുന്ന ഒരു മനുഷ്യൻ, ആ ഒരു വണ്ടിയെ കയറിയപ്പോൾ, ഒരു ബസ്സിൽ കയറിയപ്പം ഒരു ചുമടും എടുത്തുകൊണ്ട് വന്ന മനുഷ്യനാണ്. ആ മനുഷ്യനൊരു ചുമടും എടുത്ത് ബസ്സിൽ കയറിയിരുന്നപ്പോൾ ആ ചുമടെടുത്ത് തലയെ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇരുന്നു. പ്രിയ ദൈവങ്ങളെ, പലപ്പോഴും നാം ഓരോരുത്തരും ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ദൈവം നമ്മെ പുലർത്തും പോറ്റും നടത്തും എന്നൊക്കെ ഉള്ളതായ പല കാര്യങ്ങളും നാം പറയുമെങ്കിലും നമ്മുടെ ഭാരം നാം തന്നെ നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയെ കയറിയ മനുഷ്യനത് ചുമക്കേണ്ട ഒരു കാര്യമില്ല, അത് ഇറക്കി വയ്ക്കാൻ കഴിയും. പക്ഷേ ആ മനുഷ്യനത് ചുമന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ നാം നമ്മുടെ ഭാരത്തെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, നിന്റെ ഭാരം എൻ്റെ മേൽ വയ്ക്കുക, ഞാൻ നിന്നെ പുലർത്താൻ ശക്തനാണ്. പക്ഷേ യേശു ക്രിസ്തുവിനെ എൻ്റെ മേൽ കൊടുക്കാൻ പലപ്പോഴും നാം തയ്യാറല്ല. നാം തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ കഴിവില്ലാത്ത മനുഷ്യരാകുന്ന നാം നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ടിരിക്കാതെ നമ്മുടെ ഭാരം ചുമക്കുവാൻ കഴിവുള്ള നമ്മുടെ വലിയവനായ കർത്താവിൻ്റെ മേൽ ആ ഭാരത്തെ നാം ഇട്ടുകൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ആകുല ചിന്തകളും ഭാരങ്ങളും മാറിപ്പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ അങ്ങനെ കാണാൻ കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നാം വായിച്ചാൽ, ആ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സഹോദരിയെ കാണാം, ഹന്നായ് എന്ന് പറയുന്നത്. ഹന്നായിക്ക് മക്കളില്ലാത്തൊരു സഹോദരിയാണ്. ഹന്നായുടെ സഹോദരി പെനീനയ്ക്ക് മക്കളുണ്ട്. എന്നാൽ ഈ ഹന്നായെ പലപ്പോഴും ഈ പെനീന ഇങ്ങനെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. പല കാര്യങ്ങൾ പറഞ്ഞു, മക്കളില്ലല്ലോ മച്ചിയാണെന്ന് പറഞ്ഞു ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് കേട്ട് ഹന്നായുടെ ജീവിതത്തിൽ ഹന്ന ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവൾ വ്യാകുല ചിന്തകളാൽ അവൾ ഭാരപ്പെട്ടിരുന്നപ്പോൾ അവൾ തന്നെ ഒരു തീരുമാനമെടുത്തു, എനിക്കിതിനകത്തുനിന്ന് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലും. അവളങ്ങനെ ആലയത്തിൽ കടന്നു ചെന്ന് അവൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. ഹൃദയം നുറുങ്ങി അവൾ പ്രാർത്ഥിച്ചിട്ട് അവളുടെ ഭാരം കർത്താവിൻ്റെ മേൽ ഇറക്കി വെച്ചിട്ട് അവൾ ആലയം വിട്ട് കടന്നുപോയി. നാം അവിടെ അതിൻ്റെ 19 വായിക്കുന്നത്, അവളുടെ മുഖം പിന്നെ വാടിയതില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ഭാരം നാം ചുമന്നുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ആകുലതകൾ വർദ്ധിച്ച് നാം ദൈവത്തിൽ നകന്നു പോകത്തേയുള്ളൂ. എന്നാൽ നാം ദൈവപാദപീഠത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന ചിന്തകൾ വച്ചാൽ അത് നമ്മെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. നമ്മുടെ മുഖം പിന്നെ ഒരിക്കലും വാടത്തില്ല. കാരണം നമ്മുടെ ഭാരം മാറി കർത്താവ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കർത്താവ് ഏറ്റെടുത്താൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, നിൻ്റെ ഏത് ഭാരമായാലും അതിൻ്റെ മറുപടി കർത്താവ് തക്ക സമയത്ത് നൽകി തരുവാനിടയായിത്തീരും. ഹന്നായുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ദൈവം അവൾക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ ഒരു പൈതലിനെ കൊടുക്കുവാനിടയായിത്തീർന്നു. ഒരു പൈതൽ മാത്രമല്ല, പിന്നെയും അവൾക്ക് മക്കളെ കൊടുക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. നമ്മളെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ നാം ദൈവപാദപീഠത്തിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് നാം ചിന്തിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ഒക്കെ ഉപരിയായിട്ടുള്ള മറുപടിയെ നമുക്ക് കർത്താവ് നൽകി തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനാൽ സകലതും കഴിയും. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നാം ആകുലതകൾ വെച്ചുകൊണ്ട് ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. 4-മതായിട്ട് നാം ചിന്തിക്കുന്നത്, ദൈവ സമാധാനം വാഴുവാൻ നമ്മെ നാം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹന്നയുടെ ജീവിതത്തിൽ നാം ഇവിടെ കേട്ടല്ലോ, ഹന്ന എങ്ങനെയാണ് ചെയ്തത്? ദൈവിക സമാധാനം അവളുടെ ജീവിതത്തിൽ വന്നു. അപ്പോൾ ഇവിടെ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കും. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നാം വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമ്മളുടെ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവിക സമാധാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ബുദ്ധിയിൽ പല കാര്യങ്ങളും ചിന്തിക്കും.
അത് നമ്മൾക്കൊരിക്കലും ഒരു സമാധാനം തരുന്നതായിരിക്കത്തില്ല. നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലുണ്ടായി നാം ഒരു സമാധാനമായിട്ടൊരു കാര്യം ചിന്തിച്ചാൽ നമുക്കൊരു സമാധാനം ഒരിക്കലും അത് പ്രാപിപ്പാൻ കഴിയത്തില്ല. അത് നാം അങ്ങോട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അത് നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സകല നമ്മുടെ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവ സമാധാനമുണ്ട്. ഹല്ലേലൂയ. അത് ദൈവം തരുന്ന സമാധാനമാണ്. അത് നമ്മളുടെ ഹൃദയത്തിനകത്ത് വാഴണം. ഹല്ലേലൂയ. അതിന് നാം ചെയ്യേണ്ടത്, നമ്മുടെ ചിന്തകളെ നാം ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളെ നാം ദൈവ മുൻപിൽ സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ വ്യാകുലപ്പെടുത്തുന്ന ചിന്തകൾ എന്നെ വിട്ട് മാറിപ്പോയിട്ട് ദൈവിക സമാധാനം എൻ്റെ മേൽ വാഴുവാന് എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നാം ഒരു സമർപ്പണത്തോടു കൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം ഇരുന്നാൽ, നമ്മെ തന്നെ നാം സമർപ്പിച്ചാൽ, എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളെ അലട്ടുന്ന ആകുല ചിന്തകൾ നിങ്ങളെ വിട്ട് വഴിമാറിപ്പോകുവാൻ ഇടയായിത്തീരും. പിന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ നിനവുമൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയുടെ നിയന്ത്രണം നാം ഏറ്റെടുത്താൽ ആകുലതകളും വ്യാകുലതകളും കൂടത്തേ ഉള്ളതിന് ഒരു പരിഹാരവും ചെയ്യാൻ കഴിയത്തില്ല. നാം നമ്മുടെ ചിന്തകളെ, നമ്മുടെ നിനവുകളെ നമ്മുടെ കർത്താവ് നിയന്ത്രിച്ചാൽ, ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ നിയന്ത്രണത്തിന് നാം വിട്ടുകൊടുത്താൽ പിന്നെ നമ്മളെ ഒരു ആകുലതകളും അകറ്റത്തില്ല. എന്തൊരു വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ വലിയ സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാൻ തരുന്ന സമാധാനം എന്ന് പറയുന്നത് അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് സമാധാനത്തിൻ്റെ ദായകനാണ്, സമാധാനത്തിൻ്റെ ഉറവിടമാണ്. അവൻ സന്തോഷത്തിൻ്റെ ഉറവിടമാണ്. ഹല്ലേലൂയ. ആ സന്തോഷത്തിൻ്റെ ഉറവിടം, സമാധാനത്തിൻ്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ചിന്തകളിലും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആകുല ചിന്തകൾ എടുക്കേണ്ടതായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. 5-ാമതായിട്ട് നാം ചിന്തിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നാം ദൈവത്തിലുള്ള പ്രത്യാശ നാം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നാം പ്രത്യാശ കൈവിട്ടവരായി തീരാറുണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ, ജീവിതത്തിൻ്റെ നമ്മെ തകർത്ത് കളയുന്ന ആകുലതകൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ നാം അങ്ങനല്ല. നമ്മുടെ പ്രത്യാശ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലയോ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് വിശുദ്ധ ബൈബിള്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം എത്രയുണ്ടെങ്കിലും, ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, അത് ഹല്ലേലൂയ, അത് നീങ്ങിപ്പോകുന്നതല്ല. എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം, അത് ദൈവത്തിൻ്റെ വാക്കുപോലെ തന്നെ അത് ഉവ്വെന്ന് തന്നെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. അബ്രഹാമിൻ്റെ ജീവിതത്തെ നാം എടുത്താൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 100-ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞാൽ മാനുഷിക രീതിയിൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. ഞരമ്പുകൾ എല്ലാം നിർജീവമായി പോയ സ്ഥാനത്ത് സാരയുടെ 90 വയസ്സുള്ള ശരീരാവസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 90 വയസ്സുള്ള ഒരു മാതാവും 100 വയസ്സുള്ള ഒരു പിതാവും ഒരിക്കലും എന്തോ ചെയ്യത്തില്ല. അവർക്കൊരു സന്തതിയെ ലഭിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം വാക്ക് പറഞ്ഞാൽ അത് മാറാത്തതാണ്. അബ്രഹാം ദൈവത്തിൽ പ്രത്യാശ വെച്ചു. 100 വയസ്സായാലും എൻ്റെ നിർജീവമാകുന്ന ശരീരത്തിൽ ജീവൻ പകരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. സകലത്തെയും വിളിച്ചു വരുത്തുന്നവനായ ദൈവം നിർജീവത്തിന് ജീവൻ കൊടുക്കുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. ഇല്ലായ്മയിൽ നിന്നുള്ളതുപോലെ വിളിക്കുവാൻ കഴിവുള്ളവൻ. എന്നെ സൃഷ്ടിച്ചെൻ്റെ കർത്താവ്. എൻ്റെ ഹല്ലേലൂയ. ആ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ എൻ്റെ നിർജീവ ഞരമ്പുകളും മാംസപേശികളുമെല്ലാം ശക്തിപ്പെടുമെന്ന് അബ്രഹാം എന്തോ ചെയ്തു?
വിശ്വസിച്ചു, ദൈവം വാക്ക് പറഞ്ഞത് ചെയ്യുമെന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ചു. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ നാം പ്രത്യാശ വെച്ചാൽ നമ്മുടെ ആകുല ചിന്തകൾ മാറിപ്പോകുവാനിടയായിത്തീരും. 100 വയസ്സുള്ള അബ്രഹാമിന് മക്കളെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളെ അലട്ടിക്കളയുന്ന വിഷയങ്ങൾ, നമ്മളെ ആകുലപ്പെടുത്തി തകർത്ത് കളയുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ വച്ചു കൊടുത്താൽ, ദൈവത്തിൽ നാം പൂർണ്ണമായി പ്രത്യാശ വെച്ചാൽ, അബ്രഹാമിനെ പോലെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിലും ദൈവം അത് സാധ്യമാക്കി തരുവാനിടയായിത്തീരും. നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരാതെ ഹല്ലേലൂയ നമ്മ മുന്നോട്ട് യാത്ര ചെയ്യണം. നമ്മളെ 5 കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ആകുല ചിന്തയെ മാറ്റാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയും ദൈവത്തോടുള്ള യാചനയുമാണ്. രണ്ടാമതായിട്ട് നാം ദൈവത്തെ പൂർണ്ണമായി ദൈവത്തിൻ്റെ വചനത്തിൽ നാം വിശ്വസിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ സകല ഭാരവും നാം ദൈവത്തിൽ ഇടണം. നാലാമതായിട്ട് ദൈവ സമാധാനം നമ്മുടെ മേൽ വാഴുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അഞ്ചാമതായിട്ട് നാം ദൈവത്തിലുള്ള പ്രത്യാശ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. നമ്മുടെ ആകുല ചിന്തകളെല്ലാം മാറാൻ നാം ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആകുല ചിന്തകളെ മാറിപ്പോകുവാനിടയായിത്തീരും. ഇല്ലെങ്കിൽ നമ്മുടെ ആകുല ചിന്തകൾ നാം വെച്ചുകൊണ്ട് നടന്നാൽ പ്രിയ ദൈവമക്കളെയും നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നന്നായി നയിപ്പാൻ കഴിയത്തില്ല. ആകുല ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നതിന് അതൊരു തടസ്സമാണ്. പലപ്പോഴും നാം ഒരുപാട് കാര്യങ്ങളെ കർത്താവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നതിന് ഉള്ള ഒരുപാട് കാര്യങ്ങൾ, പാപത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഈ ആകുല ചിന്ത എന്ന് പറയുന്നതും അതുപോലുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളഞ്ഞ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായി ഓടുവാൻ കഴിയാതെ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ് ആകുല ചിന്ത എന്നുള്ളത്. അതുകൊണ്ട് ആകുല ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ ഹല്ലേലൂയ സകല ഭാരവും കർത്താവിൻ്റെ തോളിലിട്ടുകൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ നായകനായ പൂർത്തി വരുത്തുന്നവനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതിന് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാട്ടിൻ്റെ വരികൾ ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ആകുല ചിന്തകൾ വേണ്ടിനി ആശ്വാസകാലമതുണ്ടല്ലോ, ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. ആകുല ചിന്തകൾ വേണ്ടിനി ആശ്വാസകാലമതുണ്ടല്ലോ, ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. ഹല്ലേലൂയ. 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 ആമേൻ. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാനമാർവതിൽ, കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുന്നോട്ടു പോയിടാൻ കൂടുണ്ടു പ്രിയ
നായകൻ ചാരവേ ചാരിടും ജ്ഞാനമാർവതിൽ കേൾക്കുന്നു നാഥനിമ്പസ്വരം മുന്നോട്ടു പോയിടാൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ ഇമ്പസ്വരം കേട്ടുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോയിടാം. ആകുല ചിന്തകൾ ഇനിയും വേണ്ട. ഹല്ലേലൂയ. നമ്മെ അലട്ടുന്ന സകല ആകുല ചിന്തകളെയും നമുക്ക് വിട്ടുകൊണ്ട് നമുക്ക് മുമ്പിൽ കർത്താവ് വച്ചിരിക്കുന്ന ഒരു ഓട്ടം സ്ഥിരതയോടുകൂടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഓടാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വരാറായി. ലോകത്തിൻ്റെ സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മുടെ ആകുല ചിന്തകൾ നമ്മുടെ പ്രത്യാശയ്ക്ക് നഷ്ടം ഭംഗമുണ്ടാക്കുന്നതായി തീരാതെ വേണം. നമ്മുടെ വിശ്വാസം നമ്മെ അകറ്റിക്കളയുന്നതായി തീരാതെ വേണം. നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നതായി തീരാതെ വേണം. നമ്മുടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്കായിരിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും നിങ്ങൾ കേൾക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് അടയ്ക്കാം. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പകരാം. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ആകുല ചിന്തയിൽ ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ രോഗിയായി കിടക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിലുള്ള നിങ്ങളെ അലട്ടുന്ന ചിന്താ കുലങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ ആ ആകുല ചിന്തകൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ സകല ചിന്തകളും നിലവുകളും അറിയുന്ന കർത്താവ് ഹല്ലേലൂയ, അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളെ അലട്ടുന്ന സകല ആകുല ചിന്തകളും സകല ഭാരങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി ഹല്ലേലൂയ, അത് ഞങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയാതെ വണ്ണം, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയാതെ വണ്ണം പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, ഞങ്ങളുടെ ആകുല ചിന്തകളെ മാറ്റിയിട്ട് സന്തോഷത്തോടെ പ്രത്യാശയോടെ ഹല്ലേലൂയ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഈ മരുഭൂമിയിൽ ഞങ്ങളെ സഹായിച്ചാട്ട്, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തിയാട്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.